നമ്മളിപ്പോൾ ഈ ഓട്ടിസമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സുള്ള കുട്ടികളിൽ അവർ അമ്മമാരുടെ മാറിടത്തിൽ നോക്കുക അല്ലെങ്കിൽ അവിടെ പോയി ടച്ച് ചെയ്യുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. ഈവൻ മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും പെൺകുട്ടികളിലും ആൺകുട്ടികളും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ശരിയാണ്. ഈ ഓട്ടിസമുള്ള കേസിൽ ഏറ്റവും കൂടുതൽ പേരൻസ് സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൺകുട്ടികളാണെങ്കിൽ വലുതാകുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളുടെ ആണെങ്കിലും അതെ അമ്മമാരുടെ ആണെങ്കിലും അതെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ പുറത്ത് ടീച്ചേഴ്സിനോട് ഒക്കെ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവുകയെന്ന അത് സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. അത് പലപ്പോഴും അവരുടെ സെൻസറി ഇൻപുട്ട് ഓവർലോഡഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ അവരിൽ എയർലി പ്രിബേർട്ടിയുടെ സിംറ്റംസ് കൂടി ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് അത് പബ്ലിക് ഒരു മാസ്റ്റർബേഷൻ പോലും കുട്ടികളിൽ ചെയ്യുന്ന വിധത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളത് പല കേസിലും കാണാറുമുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഇതിൽ ഇങ്ങനെ കുട്ടി സ്റ്റെയർ ചെയ്ത് സ്ത്രീകളുടെ മാറിടത്തിലേക്ക് നോക്കുക അല്ലെങ്കിൽ പിടിക്കാൻ ചെല്ലുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഘട്ടത്തിൽ തന്നെ സ്റ്റെയറിങ്ങിൽ ഇത് ചെയ്യുമ്പം തന്നെ നമ്മൾ ആദ്യം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുക. അതേപടി തന്നെ കുട്ടിയെ നേരെ പിടിച്ച് നിർത്തി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുമ്പ് ഇരിക്കുന്ന ഒരാളെ പിടിക്കാൻ പോവുക, സ്ട്രേഞ്ചേഴ്സ് ആരുടെ അടുത്തേക്കും അത് എങ്ങനെയായാലും പിടിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ കൈകൾ തമ്മിൽ ലോക്ക് ചെയ്തിട്ട് അപ്പം വീടിനുള്ളിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും നമുക്ക് കൈകൾ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്നത് പോലെ ഇത് ചെയ്യിക്കാം. അല്ലെങ്കിൽ തന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് കൈകൾ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത് ഇത് ചെയ്യാം. വീണ്ടും കുട്ടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കൈകൾ പുറകിൽ പിടിച്ച് നിർത്തുന്ന അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ പുറകിലേക്കാണ് ലോക്ക് ചെയ്യുന്നത്. ആ ലോക്ക് ചെയ്യുന്ന വിധത്തിൽ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ ഒരു ടെൻഡൻസി നിർത്തും.